ഹായ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയർ മിത്തുകളെ പറ്റിയിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റായിരിക്കും സ്കിൻ കെയറിനെ പറ്റിയിട്ട്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അതായത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് മാത്രമേ നമ്മൾ ഈ ചാനലിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ വീഡിയോസ് എന്നൊക്കെ കയറി കണ്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടതിന്റെ റീസണും ഇഷ്ടപ്പെടാത്തതിന്റെ റീസണും കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് മിത്ത് ഇപ്പോഴത്തെ റെയിനി സീസണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ചെയ്യാം. റെയിനി സീസണിൽ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. ഇതൊരു മിത്താണ്. റീസൺ എന്തെന്ന് വെച്ചാൽ, റെയിനി സീസണിൽ സത്യമാണ് നമുക്ക് സൂര്യനെ നേരിട്ട് കാണാൻ പറ്റത്തില്ല. ആദ്യം എന്താ പറയുന്നത്, സൂര്യന്റെ ഇന്റൻസിറ്റി ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്മർ സീസണിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് റെയിനി സീസണിൽ സൺസ്ക്രീൻ്റെ ആവശ്യമില്ല. ഇത് മിത്താണ്. കാരണം എന്തെന്ന് വെച്ചാൽ, റെയിനി സീസൺ ആണെങ്കിലും നമ്മുടെ സണ്ണിൽ നിന്നുള്ള UV റേസ് ക്ലൗഡിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഭൂമിയിലോട്ട് എത്തും. അതായത് 80% UV റേസ്, അതിനകത്ത് UVA റേസും നമ്മുടെ ബോഡിയിലോട്ട് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. UVA എന്ന് വെച്ചാൽ ആന്റി ഏജിങ്ങിനും അതുപോലെ തന്നെ നമ്മളെ പിഗ്മെന്റേഷനൊക്കെ കാസ് ചെയ്യുന്നത് UVAയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ ആവശ്യമാണ്. അടുത്ത രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ വെറ്റ് വെതർ ആണ് അല്ലെങ്കിൽ റെയിനി സീസൺ ആണ് എന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും നമ്മുടെ UVയെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് പോണില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പെനിട്രേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എത്രയാണോ നമുക്ക് സമ്മർ സീസണിൽ കിട്ടുന്ന ഒരു സണ്ണിന്റെ ഇന്റൻസിറ്റി, അത് തന്നെ നമുക്ക് റെയിനി സീസണിലും കിട്ടും. പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, UVAയും UVBയും റേസ് ഉണ്ട്. UVB റേസിന്റെ ഇന്റൻസിറ്റി ഈ ഒരു സമയത്ത് കുറച്ച് കുറവായിരിക്കും. കാരണം UVA ആണ് കൂടുതലും പെനിട്രേറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാനിങ്, പിഗ്മെന്റേഷൻ ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ബേണിങ്ങും സ്കിൻ ക്യാൻസറിന്റെ ഒക്കെ ചാൻസ് കുറവാണ്. ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്കിന്നിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് UVA റേസിൽ നിന്നാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ടാനിങ്ങും പിഗ്മെന്റേഷനും വരുന്ന ആൾക്കാരാണ്. ഇത് UVA റേസ് കാരണമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി PA ഇല്ല, PA3+ അല്ലെങ്കിൽ 4+ ഉള്ള സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി റെയിനി സീസണിൽ യൂസ് ചെയ്യണം. നമ്മുടെ UV ഇൻഡെക്സ് 2ന് മുകളിലോട്ടാണെങ്കിൽ, ഇപ്പൊ എന്തായാലും UV ഇൻഡെക്സ് 2ന് മുകളിലോട്ടായിരിക്കും. 2ന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ PA3+ അല്ലെങ്കിൽ 4+ ഉള്ള സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺബേൺ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് UVB റേസ് നമ്മുടെ സ്കിന്നിലോട്ട് വരുന്നില്ല എന്നല്ല അർത്ഥം. അതും വരും. അതുകൊണ്ട് തന്നെ SPF 30ക്കും 50ക്കും ഇടയിലുള്ളതും യൂസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് UVA റേസും UVB റേസും റെയിനി സീസണിൽ സ്കിന്നിൽ വരും. പക്ഷെ UVBയുടെ ഇന്റൻസിറ്റി കുറച്ച് കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. എന്ന് വെച്ചാൽ സമ്മർ സീസണിന്റെ അത്രയും സൂര്യാഘാതം നമുക്ക് ഏൽക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ സ്റ്റിൽ ഈ സാധനം നമ്മുടെ ഹാർംഫുൾ ആയിട്ടുള്ള ലെവലിൽ തന്നെ നമ്മുടെ ബോഡിയിലോട്ട് അടിക്കും. അതുകൊണ്ട് തന്നെ UVAയും UVBയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് SPF, അതായത് UVBയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന SPF ബേസ്ഡ് ആയിട്ടുള്ളതും UVAയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് PA ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ബിറ്റ്വീൻ 30 to 50 PA4+ അല്ലെങ്കിൽ 3+ ഉള്ളത് യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റെയിനി സീസൺ ആണ്, ഞാൻ അകത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യണം, അതും പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡോറിലാണ്, അതല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിനകത്ത് വിൻഡോസിലുള്ള ഗ്ലാസ്സിനോ അതല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിനോ വിൻഷീൽഡിനോ ഒന്നും നമ്മുടെ UV റേസിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനുള്ള കഴിവില്ല. ഡെഫിനറ്റ്ലി പെനിട്രേറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് പോലും സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്നോട്ടെ പുറത്ത് പൊക്കോട്ടെ, ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു 2 to 3 hour ഗ്യാപ്പിൽ ഡെഫിനറ്റ്ലി റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ 2 to 3 hourൽ ഓവർ എക്സ്പോഷർ വരികയാണെങ്കിൽ, പുറത്ത് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി കുറയും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സൺസ്ക്രീൻ സൺസ്ക്രീൻ മാക്സിമം വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അകത്തിരിക്കണമെങ്കിൽ നിങ്ങൾ 3 to 4 hour ഗ്യാപ്പിൽ എടുത്തോ കുഴപ്പമില്ല. കാരണം നമ്മൾ അധികം വിയർക്കുന്നൊന്നുമില്ലല്ലോ. പക്ഷെ പുറത്താണെങ്കിൽ ഡെഫിനറ്റ്ലി 2 to 3 hourൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ളത് വാട്ടർ റെസിസ്റ്റൻസും ആയിട്ടുള്ള നോൺ സ്റ്റിക്കി നോൺ ഗ്രീസി ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സ്കിന്നിൽ ചില സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ബേസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതായത് നമുക്ക് സൺസ്ക്രീൻ മിനറൽ ബേസ്ഡും അവൈലബിൾ ആയിട്ടുണ്ട്, കെമിക്കൽ ബേസ്ഡും അവൈലബിൾ ആയിട്ടുണ്ട്. കെമിക്കൽ സൺസ്ക്രീൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്, അതായത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ നോക്കുക. സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡിലൊക്കെ സൺസ്ക്രീൻ ആണ് വൈറ്റ് കാസ്റ്റ് ഇടുന്നത്. ഇപ്പൊ അധികം വൈറ്റ് കാസ്റ്റ് അത് തരാറില്ല. എങ്കിലും ഇൻ കേസ് നിങ്ങൾക്ക് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ, അതില്ലാത്ത സൺസ്ക്രീനോ അതല്ലെങ്കിൽ ടിൻറ്റഡ് ബേസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനോ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലോ ലാക്ടേറ്റിംഗ് ആണെങ്കിലോ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീനകത്തുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മുടെ സൺസ്ക്രീൻ ഫിൽറ്റേഴ്സ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അധികം എന്താ പറയുന്നത്
അബ്സോർബ് ആയിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ആസ് ലോങ് ആസ് നമ്മൾ സൺസ്ക്രീൻ കഴിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നുമില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ റെയിനി സീസണിലെ സൺസ്ക്രീൻ വേണം. PF4+ അല്ലെങ്കിൽ 3+ ഉള്ളത്, SPF 30ക്കും 50ക്കുള്ള സൺസ്ക്രീൻ, വാട്ടർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സൺസ്ക്രീൻ റെയിനി സീസണിലും ക്ലൗഡി സമയത്തും ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്താണ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ ആണ് ഏറ്റവും നല്ലത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റുന്നോ അത് മാത്രം മുഖത്തിടുക അല്ലെങ്കിൽ ശരീരത്തിൽ യൂസ് ചെയ്യുക. അവിടെ തന്നെ ആ തെറ്റുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെ ഫുഡിനകത്തുള്ള ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ വിറ്റാമിൻസും മിനറൽസും നമ്മുടെ സ്കിന്നിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഡൈജഷനിലൂടെ. അതായത് നമ്മൾ കഴിക്കുമ്പോൾ വായിൽ നിന്ന് തന്നെ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആവുന്നത് അല്ലെ. ഈ സാധനം നമ്മൾ ഫേസിലിട്ട ഫേസ് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും? നമ്മുടെ സലൈവയിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള ആയിട്ടുള്ള ആസിഡ്സോ എൻസൈമോ ഒന്നും നമ്മുടെ സ്കിന്നിൽ ഇല്ലല്ലോ. സ്കിൻ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ അല്ലേ. അപ്പൊ ഇതെങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണ്ടല്ലോ, നമ്മുടെ സ്കിന്നിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ പോരെ, അബ്സോർബ് ചെയ്യുമല്ലോ ആവശ്യത്തിനുള്ളത്. അങ്ങനെയല്ലല്ലോ. നമുക്ക് ഡെഫിനറ്റ്ലി ഡൈജഷനിലൂടെ മാത്രമേ ഈ ഒരു സാധനങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ DIY സ്കിൻ കെയർ മാത്രം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. DIY സ്കിൻ കെയർ നല്ലതല്ലേ? അത് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ കെയർ നല്ലതല്ലേ? നല്ലതാണ്. അലവേര, ടീ ട്രീ ഓയിൽ, അതല്ലെങ്കിൽ സിൻഡല, ഇതെല്ലാം നല്ലതാണ്. പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം, ഇതെല്ലാം നല്ലതാണ്. നമ്മൾ തന്നെ അലവേര ജെല്ല് പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് അലവേര ജെല്ല് നല്ലതാണെന്ന് പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. സെൻഡലയുടെ ആംപ്യൂൾ ഞാൻ തന്നെ എപ്പോഴും പറയുന്ന സാധനമാണ്. നമ്മുടെ മോക്കുരുവിന് വേണ്ടിയിട്ട് പിമ്പിൾ പാച്ചസിലൊക്കെ ടീ ട്രീ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന്റെ pH ബേസ് ചെയ്തിട്ട് അത് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. അതല്ലാണ്ട് നമ്മൾ തന്നെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ ഇതിനകത്തൊരു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. പ്രിസർവേറ്റീവ്സ് അഴിക്കുകയല്ല, നമ്മൾ ഫുഡിലായിക്കോട്ടെ സ്കിൻ കെയറിലായിക്കോട്ടെ നമ്മൾ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് ചീത്തയാവാതിരിക്കാനാണ്. അത് നമ്മുടെ ബോഡിക്ക് ഹാർംഫുൾ അല്ലാത്ത പക്ഷം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്, അത് സ്പോയിൽ ആവാതിരിക്കാൻ. നമ്മളിപ്പോൾ DIY ആയിട്ട് എന്തെങ്കിലും ഒരു പാക്ക് മിക്സ് ചെയ്ത് വെച്ച് നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെയും പ്രിസർവേഷൻ ആണല്ലോ. പക്ഷെ അത് എത്രത്തോളം ബാക്ടീരിയൽ സേഫ് ആണ്, ഫംഗൽ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചാലും സാധനം ചീത്തയായി പോവാറില്ലേ. അത് നമ്മൾ ഫേസിലിട്ടാൽ ഫേസിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്ന്. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മൾ ചില സ്കിൻ കെയർ വർക്ക് ചെയ്യണമെങ്കിൽ അത് പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി നമുക്ക് 10% തൊട്ടാണ് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടി തുടങ്ങുന്നത്. നമ്മൾ ലെമൺ ജ്യൂസിൽ നിന്ന് വിറ്റാമിൻ സി എടുക്കുമ്പോൾ 10% കിട്ടത്തില്ല. കാരണം ലെമൺ ജ്യൂസിൽ 2% വിറ്റാമിൻ സി ഒക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്കിൻ എങ്ങനെ പിഗ്മെന്റേഷൻ മാറ്റും? മാത്രമല്ല വിറ്റാമിൻ സി നമ്മൾ ലെമൺ ജ്യൂസിൽ നിന്ന് എടുക്കുമ്പോൾ ലെമൺ ജ്യൂസിന്റെ ഓവറോൾ pH തന്നെ 2ന് താഴെയാണ്. നമ്മുടെ സ്കിന്നിന്റെ നോർമൽ pH 5നും 6.5നും ഒക്കെ ഇടയിലുള്ളതാണ്. അതായത് ഒരു അസിഡിക് ടു നോർമൽ pHലുള്ള നമ്മുടെ സ്കിന്നിനകത്തോട്ട് നമ്മൾ എങ്ങനെ ഈ നല്ല ആസിഡ് ബേസ് ആയിട്ടുള്ള ഒരു സാധനം എടുത്തിടും? അപ്പൊ നമ്മുടെ സ്കിൻ വീണ്ടും ബേൺ ആവുക. ആസിഡിക് ആയിട്ടുള്ള സാധനം നമ്മുടെ സ്കിന്നിൽ കൊടുക്കുമ്പോൾ സ്കിൻ ബേൺ ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ലെമൺ ജ്യൂസ് യൂസ് ചെയ്താൽ നാച്ചുറൽ നമ്മൾ കുടിക്കുന്ന സാധനമല്ലേ, നമ്മുടെ സ്കിൻ ബേൺ ആവുകയല്ലേ ചെയ്യുന്നത്. ലെമൺ ജ്യൂസ് നാച്ചുറൽ ആണെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നാക്കിലൊക്കെ പൊള്ളൽ വരുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും അത് ടോളറേറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ സ്കിന്നിലോട്ട് എടുത്തിടുമ്പോഴോ അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റ്, ബേക്കിംഗ് സോഡ, ഇതെല്ലാം. അപ്പൊ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ബെറ്റർ എന്നല്ല, നാച്ചുറൽ കറക്റ്റ് രീതിയിൽ സ്കിൻ ബേസ്ഡ് ആയിട്ട് ഫോർമുലേറ്റ് ചെയ്താൽ നല്ലതാണ്. നമ്മൾ ആയുർവേദത്തിന്റെ പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഹെയർ കെയറിൽ വരുന്നത് രുദ്രപത്രാദി, നീലബൃങ്കാത്തി അല്ലെങ്കിൽ വിഭ പോലുള്ള കോട്ടയ്ക്കലിന്റെ ഒക്കെ സാധനങ്ങൾ നമ്മുടെ സ്കിൻ കെയറിൽ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് നാച്ചുറൽ സാധനങ്ങളിൽ നിന്ന് ഡെറൈവ് ചെയ്തതല്ലേ. ഇത് പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ ആയുർവേദിക് മെഡിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ അല്ലാത്ത സ്കിൻ കെയർ യൂസ് ചെയ്യുന്നത്. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് സാധനം സ്കിന്നിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതല്ലാണ്ട് നമ്മൾ വീട്ടിൽ ഫോർമുലേറ്റ് ചെയ്തിട്ട് DIY ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ കിട്ടത്തുള്ളൂ. ഒന്ന് ഹൈഡ്രേഷനും ഒന്ന് എക്സ്ഫോളിയേഷനും. ഹൈഡ്രേഷനും എക്സ്ഫോളിയേഷനും ഒരു പണ്ടൊക്കെ ഉള്ള കാലത്തും അത് മതിയായിരുന്നിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സ്കിൻ കൺസേൺസ് വെച്ചിട്ട് അത് മാത്രം പോരാ. കാര്യം എന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ, പിമ്പിൾസ്, ഇങ്ങനത്തെ പല കാരണങ്ങൾക്ക് നമുക്ക് ഹൈഡ്രേഷനും എക്സ്ഫോളിയേഷനും പോരാ. റൂട്ടിൽ ചെന്ന് തന്നെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഹണി എടുത്ത് തേച്ചാലും അതല്ലെങ്കിൽ നമ്മൾ നെയ്യ് വെച്ചിട്ട് നമ്മൾ മുഖത്ത് ഹൈഡ്രേഷൻ യൂസ് ചെയ്താലും ഹണി യൂസ് ചെയ്താലും അലോവേര ജെല്ല് യൂസ് ചെയ്താലും ഇതൊക്കെ നമുക്ക് സ്കിൻ ഹൈഡ്രേഷൻ തരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടുള്ള കോഫി സ്ക്രബ്സ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് കടലമാവ് അല്ലെങ്കിൽ പയറുപൊടി ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു എക്സ്ഫോളിയേഷൻ ആണ്. നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണം. ഇതും പ്രോപ്പറായിട്ട് ചില സമയത്ത് റിമൂവ് ചെയ്യണം എന്നില്ല. നമ്മുടെ സ്കിൻ ബാരിയർ അവിടെയും ഡാമേജ് ആയി നമുക്ക് മൈക്രോ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ സ്കിന്നിന് വേണ്ടി
ചെയ്യുന്ന സാധനങ്ങൾക്ക് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ അത് സ്കിന്നിന് കുറച്ചുകൂടി ബെനിഫിറ്റും ആവും, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ടും നമ്മൾ കിട്ടും, പല സ്കിൻ കൺസേൺസ് മാറുകയും ചെയ്യും. മൂന്നാമത്തതാണ്, എന്റെ മുഖത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് സ്കിൻ കെയർ വേണ്ട. ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ ആണ്. നമ്മുടെ മുഖത്ത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളതല്ല. മാത്രമല്ല നമുക്കിപ്പോൾ പല്ലിൽ പുഴുപ്പല്ലില്ല, അതുകൊണ്ട് നമ്മൾ പല്ല് തേക്കേണ്ട എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് ഇപ്പൊ സ്കിന്നിന് പ്രശ്നമില്ല അതുകൊണ്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യേണ്ട എന്നുള്ളത്. സ്കിൻ എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കുന്നതും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നതും സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടതും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിൻ ഹൈജീൻ അല്ലെങ്കിൽ ബോഡി ഹൈജീൻ്റെ പാർട്ടായിട്ട് വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോമിനൻ്റ് ആയിട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ല, ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇല്ല, മോക്കുരു ഇല്ല, ലക്കി ഗൈ, സന്തോഷമായിട്ട് അതങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ ആ സ്കിന്നെ നിങ്ങളൊന്ന് ടേക്ക് കെയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഉള്ള സ്കിന്നിനേക്കാളും കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ വരും എനിക്ക് റിസൾട്ട് വേണ്ട, അതിനെനിക്ക് ഉത്തരവില്ല. നമുക്ക് ഒന്നിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി വെക്കുന്നതാണ് എന്തിനും നല്ലതായിട്ടുള്ള കാര്യം. ടേക്ക് കെയർ ചെയ്യുക, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ബോഡി ഹൈജീനും വളരെ നന്നായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിനുള്ള ഓവറോൾ ബാലൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് മോക്കുരോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനോ വരാതിരിക്കാനായിട്ട്, സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരാതിരിക്കാനായിട്ട്, സൺ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് പിഗ്മെന്റേഷൻസ്, ഫൈൻ ലൈൻസ് റിങ്കിൾസ്, സ്കിൻ ക്യാൻസർ പോലെയുള്ള ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിന് പ്രിമച്ചർ ആയിട്ടുള്ള ഏജിങ് ഒക്കെ വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ടും നല്ലതാണ്. ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് സ്കിന്നെ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ മസ്റ്റ് ആയിട്ട് വേണം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിൽ. സ്കിൻ കെയർ ചെയ്യാൻ വളരെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ സ്കിൻ കൺസേൺസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യാം. ജസ്റ്റ് അഴുക്ക് മാത്രം കഴുകിക്കളയാൻ പറ്റുന്ന ടൈപ്പ് ക്ലെൻസേഴ്സ് കിട്ടും, സെറ്റാഫിലിൻ്റെത് അല്ലെങ്കിൽ മിനിമലിസ്റ്റ് നോട്ട്സ് ക്ലെൻസർ, അങ്ങനെ ഏതെങ്കിലും. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്, നോർമൽ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക, ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിലുള്ള സൺസ്ക്രീനും കൂടെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മതി. ഇത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സ്കിൻ ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേ കാലം കഴിയുമ്പോഴും ഇരിക്കും. മാത്രമല്ല നൈറ്റിൽ നിന്ന് ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് നമുക്ക് കഴുകിക്കളയാൻ പറ്റും. സൺസ്ക്രീൻ പ്രോപ്പർട്ടി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഇത് ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതൊന്ന് ഡബിൾ ക്ലെൻസ് ചെയ്തും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ അത് മതി. ഈ ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ, രാവിലെ 3 കാര്യം വൈകിട്ട് 3 കാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് നമുക്ക് നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ടും ഫ്യൂച്ചറിൽ ഇതിന്റെ ഡാമേജസ് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ സ്കിന്നാണ്, നമുക്ക് പെട്ടെന്ന് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സൺ ഡാമേജ് കാരണം അല്ലെങ്കിൽ ചെറിയ കുത്തോ മുറിയോ എന്തെങ്കിലും കിട്ടും, അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ എപ്പോഴും പ്രൊട്ടക്ഷൻ സ്കിൻ കെയറും ബേസിക് സ്കിൻ കെയറും ചെയ്യാനായിട്ട് പറയുന്നത്. ഫോർത്ത് മിസ്കൺസെപ്ഷൻ ആണ് നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്ത് ഫൈൻ ലൈൻസ് റിങ്കിൾസും വരാതിരിക്കാനാണ് ചെയ്യുന്നത്. മാത്രമല്ല അത് നമുക്കൊരു 40 വയസ്സിന് ശേഷം മതി. നമ്മൾ ആന്റി ഏജിങ് റൊട്ടീൻ ചെയ്യുന്നത് സ്കിന്നിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരാതിരിക്കാനല്ല, അതിൻ്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനുണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയിൽ ഗ്രേ കളറും ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും വരും. അത് വേണമെന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ കീപ്പപ്പ് ചെയ്യാം, ഇല്ലാത്ത ആൾക്കാർക്ക് ബോട്ടോക്സ് പോലെ ട്രീറ്റ്മെന്റ് എടുക്കാം. പക്ഷെ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അത് നമ്മൾ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആന്റി ഏജിങ് റൊട്ടീൻ 30s അല്ലെങ്കിൽ 20s ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ആരെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഡീഹൈഡ്രേഷൻ സ്കിൻ ഇല്ലാണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് 20s-ലും 30s-ലും ഒക്കെ വരുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇടയ്ക്ക് ഒരു പെപ്റ്റൈഡിന്റെ സെർത്തിന്റെ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹൈലൂറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫൈൻ ലൈൻസ് റിങ്കിൾസ് മാറ്റാനായിട്ട്. അത് നിങ്ങളുടെ സ്കിന്നിൽ ആ ഫൈൻ ലൈൻസ് റിങ്കിൾസ് സ്കിൻ ഡീഹൈഡ്രേഷൻ കാരണം വരുന്നതുകൊണ്ടാണ്. സോ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹൈലൂറോണിക് ആസിഡ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അതുപോലെ 20s-ലും 30s-ലും നിങ്ങൾക്ക് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക, അതായത് സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം. രണ്ടാമത് യൂസ് ചെയ്യേണ്ടതാണ് ആന്റി ഓക്സിഡൻസ്. നമ്മുടെ വിറ്റാമിൻ സി, നയാസിനമൈഡ് പോലെയുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിലോട്ട് ആഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആന്റി ഓക്സിഡന്റ് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസിനെ UVA-യും UVB-യും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഉണ്ട്. പക്ഷേ ഈ സൺലൈറ്റിൽ കൂടെ വേറൊരു സാധനം കൂടെ വരും, ഫ്രീ റാഡിക്കൽസ്. ഇത് നമ്മുടെ സ്കിന്നിനെ വന്ന് അഫക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ നഷ്ടപ്പെടുകയും സ്കിൻ ഈസി ആയിട്ട് വലിയാനായിട്ട്, അത് കാരണം സ്കിന്നിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ ഓപ്പൺ പോസിന്റെ ഒക്കെ അപ്പിയറൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് 20s-ലും 30s-ലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 50s ഒക്കെ ആകുമ്പോഴായിരിക്കും ഇതിന്റെ റിസൾട്ട് നമുക്ക് കണ്ടു തുടങ്ങുന്നത്.
അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സ്കിന്നിൽ ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യാം. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ വിറ്റാമിൻ സി, നയാസിനമൈഡ്, അസലിക് ആസിഡ്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആന്റി ഓക്സിഡൻസിനെ പറ്റിയിട്ട് ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതി. ഇങ്ങനെ ഏതെങ്കിലും ഒരു ആന്റി ഓക്സിഡന്റ് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ അത് എല്ലാ സ്റ്റെപ്പിലും ഞാൻ സൺസ്ക്രീൻ എടുത്ത് പറയുന്നുണ്ട്. കാരണം സൺസ്ക്രീൻ സ്കിൻ കെയർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു ആന്റി ഓക്സിഡന്റും സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ സ്കിൻ കൺസേൺസ് ഒക്കെ അവിടെ തീരും. പിമ്പിൾസ് ഒഴികെയുള്ള ബാക്കി ഒരു എല്ലാ സ്കിൻ കൺസേൺസും, പിഗ്മെന്റേഷൻസ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 20s തന്നെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ റെറ്റിനോൾസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിലും മിനിമം ആയിട്ട് ഒരു 10% വിറ്റാമിൻ സി സെറമെങ്കിലും ഒരു ആന്റി ഏജിങ് റൊട്ടീനായിട്ട് ഒരു 20s സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ സൺസ്ക്രീൻ നമ്മൾ UVA-യിൽ നിന്നും UVB-യിൽ നിന്നുമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, വിറ്റാമിൻ സി ഫ്രീ റാഡിക്കൽസിൽ നിന്നും. പക്ഷേ വിറ്റാമിൻ സിക്ക് വേറൊരു പ്രശ്നമുണ്ട്. വിറ്റാമിൻ സി സൺറൈസിന്റെ പ്രസൻസിൽ, അതായത് UV റേസിന്റെ പ്രസൻസിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോൾ, ഈവൻ വെള്ളത്തിന്റെ പ്രസൻസിൽ പോലും അത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോൾ. ആ ഓക്സിഡൈസേഷൻ തടയാനായിട്ട് നമുക്ക് വിറ്റാമിൻ സിയുടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പൊ UVA-യിൽ നിന്നും UVB-യിൽ നിന്നും നമ്മൾ വിറ്റാമിൻ സിയെ സൺസ്ക്രീൻ പ്രൊട്ടക്ട് ചെയ്യും. കൂടാതെ ഈ സൺസ്ക്രീന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഫ്രീ റാഡിക്കൽസിൽ നിന്ന് വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയാൽ നമുക്ക് നല്ല രീതിയിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസും, പിഗ്മെന്റേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഒരെണ്ണമാണ് നമ്മുടെ മുഖത്ത് അഴുക്കുള്ളതുകൊണ്ട് ആണ് നമുക്ക് മോക്കുരു വരുന്നത്. അതായത് നമ്മൾ ഫോൺ കേസിൽ നിന്നുള്ള അഴുക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് മോക്കുരു വരുന്നത്. ഇത് ആക്ച്വലി ഒരു മിത്താണ്. നമ്മുടെ മുഖത്ത് അഴുക്കുള്ളതുകൊണ്ട് മോക്കുരു വരും, സത്യമാണ്. പക്ഷെ അഴുക്ക് മാത്രമല്ല, വേറെ ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്കുള്ള ഫുഡ് ഹാബിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ ഹോർമോൺസ്, ജെനറ്റിക്സ്, ഇതെല്ലാം നമ്മുടെ പിമ്പിൾസിനെ അഫക്റ്റ് ചെയ്യും. അഴുക്കുണ്ട്, അത് നമ്മുടെ പോസിനെ ക്ലോഗ് ചെയ്യും, അത് ഡെഫിനറ്റ്ലി പിമ്പിൾസ് ഉണ്ടാക്കും. ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ സ്കിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ അത് കാരണം നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം എന്നെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് അഴുക്ക് കാരണമല്ല, എനിക്ക് റീസെന്റ് വന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം എൻ്റെ മൂക്കിൽ നോക്കിയാലും കുരു കാണും. അതുപോലെ എൻ്റെ ഈ ഒരു ഇപ്പൊ എനിക്ക് കുറച്ച് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ട്, അത് എൻ്റെ ശരീരത്തിൻ്റെതായ ഹോർമോണൽ ചേഞ്ചസ് കാരണമാണ്. അപ്പൊ അത് കാരണം വരുന്ന മോക്കുരുവിന് നമുക്കൊരു സ്കിൻ കെയർ വെച്ച് തടയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് മോക്കുരു വരുന്ന ഒരു ജീൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് കാരണം നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും ഒക്കെ മോക്കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മോക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ എത്ര പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്താലും ഇതും ഒരു ഭാഗമാണ് മോക്കുരു. ജെനറ്റിക്സിന് കാരണം മോക്കുരു വരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വരും. പിന്നെ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. ഭയങ്കര രീതിയിലുള്ള മോക്കുരു ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പ്രോപ്പറായിട്ട് നമ്മൾ ആ പോസൊക്കെ ക്ലെൻസ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും ആ ഓയിൽ ഇതിനെ നമ്മൾ പുൾ ഔട്ട് ചെയ്ത് കളയാണ് എന്നുണ്ടെങ്കിൽ, BHAs യൂസ് ചെയ്തിട്ടും എക്സ്ഫോളിയേഷൻ ഒക്കെ നടത്തിയിട്ട് നമ്മളത് പുൾ ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് നമ്മുടെ സ്കിൻ കെയർ. പിന്നെ നമ്മുടെ ഓവറായിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരും. അപ്പോൾ മോക്കുരുവിന്റെ റീസൺ എപ്പോഴും ഒരിക്കലും മുഖത്ത് വരുന്ന അഴുക്ക് മാത്രമല്ല, നമ്മുടെ അല്ലാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് മോക്കുരു വരുന്നതെന്നുണ്ടെങ്കിൽ അത് അഴുക്കിന് മാത്രം വിശ്വസിച്ചിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിലെ പൊല്യൂഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സിലെയോ മേക്കപ്പ് ടൂൾസിനെയോ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഇത് കാരണം വരും. പക്ഷെ ഇത് കൂടാതെ ജെനറ്റിക്സ്, ഹോർമോണൽ വേരിയേഷൻസ്, നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, മെഡിക്കേഷൻസ് കാരണം നിങ്ങൾക്ക് പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് വരുമെന്ന് എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പിമ്പിൾ ജേർണി പിമ്പിൾ ചേഞ്ച് ജേർണി അല്ലെങ്കിൽ പിമ്പിൾ ഫ്രീ ജേർണി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അഴുക്കിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താതെ ഈ ഒരു ഫാക്ടേഴ്സും കൂടെ നോക്കുക. കാരണം ഈ ഫാക്ടറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് സ്കിൻ പിമ്പിൾ ഫ്രീ ആക്കി വെക്കാനായിട്ട് പറ്റില്ല. അത് ഒരു റീസൺ ആണെങ്കിൽ ഇപ്പം അത് കാരണമാണ് നിങ്ങൾക്ക് പിമ്പിൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി സ്കിൻ കെയർ ടൂൾസ് ഒക്കെ ക്ലീൻ ആക്കി വെക്കും, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നു, നിങ്ങൾ ഹാൻഡ് ക്ലെൻസ് ചെയ്യുന്നു, നിങ്ങൾ ഈവൻ വാട്ടർ വരെ, പ്യൂരിഫയർ വരെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുവെങ്കിലും നിങ്ങൾക്ക് ഹോർമോണൽ ചേഞ്ചസ് കാരണോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കാരണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെനറ്റിക്സോ ഒക്കെ കാരണമാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം എപ്പോഴും പിമ്പിൾ ഫ്രീ ജേർണി അല്ലെങ്കിൽ പിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ സെറ്റപ്പ് ചെയ്യാനായിട്ട്. ഇന്നത്തെ സ്കിൻ കെയറിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ കുറച്ച് സ്കിൻ കെയർ മിത്തുകളെ പറ്റിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ടും 5 പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി ഏതെങ്കിലും മിത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലും അതല്ലെങ്കിൽ Q&A ആയിട്ട് ഷോർട്സ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ കമന്റ് ബോക്സിൽ റിപ്ലൈ തന്നില്ലെങ്കിലും Q&A ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടോ ലോങ് ആയിട്ടോ ചെയ്ത് തരാറുണ്ട്. അതിപ്പോൾ ആ വീഡിയോസും കൂടെ ഒന്ന് കയറി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ഇത് താല്പര്യമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേ സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.